സ്വന്തമായി വീടുള്ള ഒന്നിലധികം പേർ സുനാമി കോളനിയിൽ വീടുകൾ കൈവശം വെച്ചിരിക്കുന്നുവെന്ന വിവരത്തെ തുടർന്നാണ് അന്വേഷണം തുടങ്ങിയത്. കിട്ടിയ വിവരങ്ങൾ ശരിയാണോ എന്നറിയാൻ മേത്തി മുഹമ്മദ് അലി എന്നയാളുടെ പേരിൽ സുനാമി കോളനിയിൽ വീടുണ്ടോ എന്ന് ആദ്യം തിരക്കി. കോളനിയിലെ 14 നമ്പർ വീടിന്റെ ഉടമസ്ഥൻ മുഹമ്മദ് അലി തന്നെയാണെന്ന് രേഖകളിൽ വ്യക്തമായിരുന്നു. സർക്കാർ നൽകിയ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ വാടകക്കാരാണ് താമസിക്കുന്നതെന്ന് മനസ്സിലായി. തുടർന്ന് സുനാമി കോളനിയിലെ വീട് വാടകയ്ക്ക് ലഭിക്കുമോ എന്ന് ചോദിച്ച് ഞങ്ങൾ മുഹമ്മദ് അലിയെ സമീപിച്ചു. മകളാണ് ആ വീട്ടിൽ താമസിക്കുന്നതെന്നായിരുന്നു മറുപടി. അല്ലേ, അവിടെ എവിടെയോ എന്ത് കോളനിയോ അവിടെ എന്തോ ഉണ്ടെന്നാണ് പറഞ്ഞത്. മോളാ? വാടക വീട്ടിൽ താമസിക്കുന്ന ആളെ വില്ലേജിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് ഞങ്ങൾ കണ്ടു. തുടക്കത്തിൽ സത്യം പറയാൻ മടിച്ചെങ്കിലും പിന്നീട് കാര്യങ്ങൾ പറഞ്ഞു. ആര് ചോദിച്ചാലും മകളാണെന്ന് പറയണമെന്നായിരുന്നു വീടിന്റെ ഉടമസ്ഥൻ ചട്ടം കെട്ടിയിരുന്നത്. അല്ല, ഉമ്മ പറഞ്ഞിരുന്നു ഇപ്പം താമസിക്കുന്ന വാടക വീട്ടിലാ. ആരുടെ വീട് അത്? മേത്തിൽ മുഹമ്മദ് അലിയോ? എത്ര നാളായിട്ട് താമസിക്കുന്നത്? എത്ര വാടക? എത്ര? 40 വീടുകളിൽ പലതിന്റെയും അവസ്ഥ ഇത് തന്നെയാണ്. അർഹരായിട്ടും വീട് ലഭിക്കാത്ത നിരവധി പേർ ഇപ്പോഴും പുനരധിവാസ ക്യാമ്പിലുണ്ട്. ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അറിയാതെ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്താനാകുമോ എന്നതാണ് ഉയർന്നു വരുന്ന ചോദ്യം. ഡാറ്റസ് വേലായുധനൊപ്പം റഹീസ് റഷീദ്, മീഡിയ 1, മലപ്പുറം.